എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വയനാട്ടിലുണ്ടായ ആ ദുരന്തത്തിൽ എല്ലാവരുടെയും വിഷമത്തിൽ നമ്മളും പങ്കുചേർന്നുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുത്തൂസ് ഫാമിലിയിൽ എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറായിട്ടുള്ള സന്ധ്യ വയനാട്ടിലാണെന്ന് പറഞ്ഞു. അവർ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലും അതുപോലെ തന്നെ 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു പലഹാരം റെഡിയാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കമൻറ്റ്സ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാൽ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് നല്ല തണുത്ത പാൽ എടുക്കരുത്. പിന്നെ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം എടുക്കാം. ഇനി ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള റവയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത് തന്നെയല്ല ഇനിയിപ്പോൾ വറുക്കാത്തതിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 6-7 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ശർക്കരയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഓയിലായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബട്ടർ മിൽക്ക്, കണ്ടോ? അതിപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെന്ന് വെച്ചാൽ ഈ റവയെല്ലാം കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടത് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഈ റവയെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു, കണ്ടോ? അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. മൈദ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്ക പൊടിച്ചതിന് പകരമായിട്ട് നിങ്ങൾക്ക് വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഒക്കെ വേണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഈ മാവ് ഇപ്പോൾ കണ്ടോ ഇങ്ങനെ തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴും പാലെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത പാല് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ടും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഒരുപാട് ലൂസായിട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ റവയ്ക്കും മൈദയ്ക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ഈ മാവ് ഈ ഒരു ലൂസിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള പാലിപ്പം മുഴുവനായിട്ടും വേണ്ടി വന്നിട്ടില്ല കേട്ടോ, കണ്ടോ? ഒരു 1/4 കപ്പ് പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/4 കപ്പോളം പാല് ദേ ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി തുടങ്ങാം.
അപ്പൊ ഞാൻ ഈ പലഹാരം റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ റെഡിയാക്കി എടുക്കില്ലേ ഇതിലാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നെയ്യ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. മുഴുവനായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇതേപോലെ കുറേശ്ശെയായിട്ട് എല്ലാത്തിലേക്കും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഈ പലഹാരത്തിന് ഒരു വെറൈറ്റിയുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറിലുള്ള ഷുഗറാണ് കേട്ടോ. നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നില്ല. വൈറ്റ് ഷുഗർ ആയാലും എടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഒരു 2 നുള്ള് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മെൽറ്റായിട്ട് കാരമലൈസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഒരു 2 നുള്ള വീതം എല്ലാത്തിലേക്കും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് എല്ലാത്തിലേക്കും ഞാൻ ദേ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിളാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ ഞാൻ ദേ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിൾ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സാന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം ട്ടോ. ഇനിയിപ്പോൾ ആപ്പിളോ മാംഗോ അല്ലെങ്കിൽ പഴുത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയായാലും നമുക്ക് ഏതാ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഷുഗറിന്റെ മുകളിലായിട്ട് ഈ ഫ്രൂട്ട്സ് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ഞാൻ ദേ ഇതിലേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലൂടെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ലേ ഇത് നിറയുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാത്തിലും ഞാൻ ദേ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ദേ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആ പൈനാപ്പിളും അതുപോലെ തന്നെ ആ ഷുഗർ ഇങ്ങനെ മേലെ കാരമലൈസ് ആയിട്ടൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ഉള്ള ടേസ്റ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാം ഞാൻ ദേ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടോ? നല്ല സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല മണവും രുചിയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം.
ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.